മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ്. പിന്നെ 23 നായികമാരുണ്ടെന്ന് പറയുന്നു. നല്ല എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അങ്ങനെ വില്ലനായിട്ട് കണ്ടിട്ടില്ല, എപ്പോഴും നായകനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവർ തമ്മിലുള്ള വിനായകൻ മമ്മൂക്ക ഒരു കോംബോ എന്ന് തോന്നുന്നു. നന്നായിട്ട് തോന്നുന്നു. മമ്മൂട്ടി എന്ന് പറയുന്നത് നല്ലൊരു നടനാണ്. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു ഫിലിമായിട്ട് പ്രതീക്ഷിക്കാം. വിനായകനും മമ്മൂക്ക തമ്മിലുള്ള ഒരു നല്ല കോംബോ ആയിരിക്കും. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പം നല്ലൊരു സൂപ്പർ ഫിലിമായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അതും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. എല്ലാ ക്യാരക്ടറും അഭിനയിക്കാൻ പറ്റുന്നതായിരിക്കണമല്ലോ ഒരു നടൻ എന്ന് പറയണത്. അപ്പം അത് നല്ലത് കലക്കി തന്നെ അഭിനയിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു പ്രതീക്ഷയുള്ള പടത്തിൽ? നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമയാണ്. നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാണ്, പിന്നെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് സിനിമ കാണാനായിട്ട്. അതാണ് നമുക്ക് ത്രില്ലും. മമ്മൂട്ടി ഇത് വില്ലനെ വരുന്ന ബ്രഹ്മയുഗത്തിന് ശേഷം മമ്മൂട്ടി നമ്മൾ മാറുന്നൊരു സിനിമയെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അതിന് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കിട്ടിയില്ലായിരുന്നു. അടുത്ത മറ്റന്നാളേക്ക് എടുത്ത് വെച്ചിരിക്കുക. കളങ്കാവൽ നല്ല എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് വന്നത്. കളങ്കാവൽ എങ്ങനെ പോയാലും 150 കോടി അടിക്കും. ഇന്നേ വരെ മമ്മൂക്കയെ താവടിച്ച് കാണിച്ചവന്മാരുടെ മുന്നിൽ ഇന്ന് മമ്മൂക്ക ഇൻഡിവിജ്വലായിട്ട് നാളെ എണീച്ച് നിൽക്കും. അതിനുള്ള ഒരു തുടക്കമാണ് ഈ പടം. എങ്ങനെ പോയാലും 150 to 200 കോടി അടിക്കും. പല ആളുകളും ഒരു ബന്ധമില്ലാതെ കല്യാണി പ്രിയദർശൻ്റെ ലോക വെച്ച് വരെ മമ്മൂക്കയെ കളിയാക്കിയിട്ടുണ്ട്. അറിയാലോ, ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത പടമായതുകൊണ്ട് ആ ഒരു ക്രെഡിറ്റ് മമ്മൂക്കയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കിയവന്മാരെ ഇവിടെ ഉള്ളൂ. ആ ഒരു ക്രെഡിറ്റ് മമ്മൂക്കയ്ക്ക് വേണ്ട. മമ്മൂക്കയ്ക്ക് സ്വന്തമായിട്ട് ഇത്രയും നാളും സിനിമാ ഫീൽഡിലുള്ള മനുഷ്യനാണ്. ആ ഒരു ക്രെഡിറ്റ് മമ്മൂക്കയ്ക്ക് ആവശ്യമില്ല. മമ്മൂക്ക നോക്കിയോ, നാളെ ഇതൊരു നല്ലൊരു സിനിമ, ഈ മലയാളം സിനിമയിലൊരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് ആവും. നാളെ ഈ സിനിമയുടെ വിജയം ആ രീതിയിൽ ആഘോഷിക്കും. എങ്ങനെ പോയാലും ഇത് ഈ മമ്മൂക്കയുടെ ഹേറ്റേഴ്സിനുണ്ടല്ലോ, മമ്മൂക്കയുടെ എല്ലാ ഹേറ്റേഴ്സിനും ഇതൊരു അടിയായി. ഈ വീട്ടിൽ ഇരുന്ന് റിവ്യൂ പറയുന്നില്ലേ, അശ്വന്ത് നോക്കുവാണ്, അതെല്ലാം പെയ്ഡ് റിവ്യൂ ആണ്. പെയ്ഡ് റിവ്യൂ കണ്ട് നിങ്ങൾ ആരും ഇതിനെ വിലയിരുത്തരുത്. സിനിമ മലയാളം സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വൻ ഹിറ്റാവാൻ പോകുന്ന സിനിമയാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് വ്യത്യസ്തം മാത്രമല്ല, മമ്മൂക്ക വില്ലൻ വേഷത്തിലാണ് വേണം. മമ്മൂക്ക വില്ലൻ വേഷത്തിൽ വന്ന എല്ലാ സിനിമകളും നല്ല ഹിറ്റായിട്ടേ ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം ഒരു വെറൈറ്റി ആയിരിക്കും. മമ്മൂക്ക ഇപ്പം ചെയ്യുന്ന എല്ലാ പടങ്ങളും അതിന് ഒരു വെറൈറ്റി കണ്ടെത്താൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. ഈ ഫോർമയുഗം തൊട്ട് ഇങ്ങോട്ടുള്ള ഏത് സിനിമ എടുത്ത് നോക്കിയാലും പുള്ളി ചെയ്യുന്ന എല്ലാ സിനിമയിലും ഒരു വെറൈറ്റി കണ്ടന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ വൻ ഹിറ്റാവും, അതിൽ യാതൊരുവിധ സംശയമില്ല. അത് നാളെ കണ്ട് തന്നെ അറിയാം. നിങ്ങളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആളുടെ ടിക്കറ്റ് എല്ലാം ബുക്ക്ഡ് ആവാതിരിക്കുകയാണ്. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അശ്വന്ത് നോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടേ കാണാവൂ എന്നുള്ള നിർബന്ധത്തിൽ ഇരിക്കുന്നവന്മാർ കാണണ്ട, അത്രേ ഉള്ളൂ.